അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? കൂട്ടരാജിയിലേക്ക് വഴിവെച്ച സംഭവങ്ങൾ വെളിപ്പെടുത്തി മോഹൻലാൽ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അത് നന്നായി. ഒരുപാട് പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതിന്റെ ചക്രം മുന്നോട്ട് ചലിക്കണമെങ്കിൽ ഇത്തരം പ്രവണതകൾ പാടില്ല. ഒരുപാട് ആളുകളുടെ അധ്വാനവും വിയർപ്പും പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ് ഈ സിനിമാ വ്യവസായം. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി മുഖം വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ല. ഇനി എന്റെ ആവശ്യം അമ്മയ്ക്കില്ല. യുവനിരയിൽ നിന്നും പുതിയ ആളുകൾ സംഘടനയുടെ നേതൃനിരയിൽ വരണമെന്നും മോഹൻലാൽ പറഞ്ഞു. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ. രാജിയൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞു രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തിനാ രാജിവെക്കുന്നത്? അയ്യടാ, ഞാനില്ല. എനിക്ക് എന്താണ് ഒരു കുറവ്? കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ വരാം. പൃഥ്വിരാജിന് കൂടെ താല്പര്യം വേണ്ടേ? ഉണ്ടെങ്കിൽ വരാൻ പറ്റും. അതിന് പറ്റിയ ആള് ഞാൻ തന്നെ. അറിയാൻ കഴിയുന്നതല്ല, രാജി സമർപ്പിച്ചല്ലോ, പിന്നെന്താ? ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഞാൻ ഇന്നലെ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള കലാകാരികളെ കുറിച്ച് പറഞ്ഞു. അവർക്കൊന്നും ഒരു ദോഷവും വരാത്ത തരത്തിൽ മുന്നോട്ട് പോകണം. എല്ലാ സ്ത്രീകൾക്കും അവർക്ക് ഒരു പ്രയാസവും സിനിമ മാത്രമല്ല എല്ലാ സ്ഥലത്തും. അമ്മയിലുണ്ടായ ഭിന്നതയിൽ വളരെയധികം വികാരാധീനനായാണ് മോഹൻലാൽ പ്രതികരിച്ചത്. എന്റെ ദൈവമേ, എന്റെ തലവിധി. ആദ്യം രാജി പ്രഖ്യാപിച്ചത് മോഹൻലാൽ ആയിരുന്നു. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. കൂട്ടരാജിക്കപ്പുറം പ്രതിസന്ധിയെ ഒന്നിച്ചു നേരിടുകയല്ലേ വേണ്ടതെന്ന ചോദ്യം ജഗദീഷ് യോഗത്തിൽ ഉയർത്തി. ഈ കണക്കിന് എല്ലാം തെറ്റും. അപ്പോഴായിരുന്നു ജഗദീഷിനെ ലക്ഷ്യമിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയത് ആരാണെന്നുള്ള പരാമർശം ഉണ്ടായത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എല്ലാ ധാർമ്മിക ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് താൻ മാത്രം രാജിവെക്കാമെന്ന് ലാൽ പറഞ്ഞു. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ.